സംസ്ഥാനത്ത് അതിതീവ്ര മഴയുണ്ടാവും എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്. കനത്ത മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ തിങ്കളാഴ്ച 4 ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ എന്നീ ജില്ലകളിലാണ് റെഡ് അലർട്ട്. ഇവിടെ ഒറ്റപ്പെട്ടയിടങ്ങളിൽ അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യതയുണ്ടെന്നാണ് പ്രവചനം. എറണാകുളം, ഇടുക്കി, തൃശൂർ, കോട്ടയം, പാലക്കാട്, കാസർഗോഡ് എന്നീ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. ഒറ്റപ്പെട്ടയിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയുമുണ്ട്. പത്തനംതിട്ട, ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം എന്നീ 4 ജില്ലകളിൽ നിലവിൽ യെല്ലോ അലർട്ടാണ്. കനത്ത മഴയുടെ പശ്ചാത്തലത്തിൽ 5 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് തിങ്കളാഴ്ച അവധി നൽകിയിട്ടുണ്ട്. കണ്ണൂർ, വയനാട്, ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ അംഗനവാടികൾ മുതൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ളവർക്കാണ് അവധി. അതിതീവ്ര മഴയെ തുടർന്ന് മലവെള്ളപ്പാച്ചിലിനും മിന്നൽ പ്രളയത്തിനും സാധ്യതയുണ്ടെന്നാണ് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അറിയിപ്പ്. ശക്തമായ മഴ ലഭിച്ചുകൊണ്ടിരിക്കുന്ന മലയോര മേഖലയിൽ മണ്ണിടിച്ചിലിനും ഉരുൾപൊട്ടലിനും മലവെള്ളപ്പാച്ചിലിനും സാധ്യതയുള്ളതിനാൽ ഈ പ്രദേശങ്ങളിലുള്ളവർ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറി താമസിക്കാനും നിർദ്ദേശമുണ്ട്. മലയോര മേഖലയിലേക്കുള്ള രാത്രി സഞ്ചാരം പൂർണ്ണമായും ഒഴിവാക്കണം. ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ കേരളത്തിലെ എല്ലാ ജില്ലകളിലും 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന താലൂക്ക്, ജില്ലാ കൺട്രോൾ റൂമുകൾ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ ഈരാറ്റുപേട്ട വാഗമൺ റോഡിൽ രാത്രികാല യാത്രയും കോട്ടയം ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളായ വാഗമൺ, ഇല്ലിക്കൽക്കൽ, മാർമല അരുവി, ഇലവീഴ, പൂഞ്ചിറ എന്നിവിടങ്ങളിലേക്കുള്ള പ്രവേശനവും ഡിസംബർ 4 വരെ നിരോധിച്ചിരുന്നു. ശബരിമലയിൽ നിലവിൽ മഴയ്ക്ക് നേരിയ ശമനമുണ്ട്. പമ്പയിൽ കുളിക്കുന്നതിന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കാനനപാത വഴിയുടെ മലകയറ്റം താൽക്കാലികമായി നിരോധിച്ചു. മഴ ദർശനത്തെ ബാധിച്ചിട്ടില്ലെന്നും ശബരിമലയിൽ സ്ഥാപിച്ച കാലാവസ്ഥാ നിരീക്ഷണ സംവിധാനങ്ങളുടെ പ്രവർത്തനം ഈ മഴയോടെ വിലയിരുത്താനാകുമെന്നും കേരള കാലാവസ്ഥാ കേന്ദ്ര ഡയറക്ടർ നീത കെ ഗോപാൽ പറഞ്ഞിരുന്നു. തമിഴ്നാട്ടിലെ ചുഴലിക്കാറ്റിൽ കേരളം ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും എന്നാൽ 2 ദിവസം ഇവിടെ കനത്ത മഴയുണ്ടാകുമെന്നും ഇവർ പറഞ്ഞിട്ടുണ്ട്. കാലാവസ്ഥാ പ്രവചനം 100% കൃത്യതയോടെ ചെയ്യാൻ പറ്റുന്ന കാര്യമല്ലെന്നും വ്യക്തമാക്കിയിരുന്നു. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ കേരള സെന്ററിന്റെ ആദ്യ വനിതാ ഡയറക്ടറാണ് നീത. മുൻപ് കൊച്ചി കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ ഡയറക്ടർ സ്ഥാനവും വഹിച്ചിട്ടുണ്ട്. കാലാവസ്ഥാ പ്രവചനത്തിൽ 25 വർഷത്തെ പ്രവർത്തന പരിചയമുള്ള നീത കാലാവസ്ഥാ മാറ്റത്തെപ്പറ്റിയും മഴയുടെ രീതിയെപ്പറ്റിയും സംസാരിച്ചിരുന്നു. അതേസമയം തിരുവണ്ണാമലയിൽ ഉരുൾപൊട്ടലിൽ കാണാതായ 7 പേർക്കായി തിരച്ചിൽ തുടരുകയാണ്. ഫേഞ്ചൽ ചുഴലിക്കാറ്റിനെ തുടർന്ന് കർണാടകയിലും തമിഴ്നാട്ടിലും പുതുച്ചേരിയിലും മഴ ശക്തിയായി തുടരുന്നു. തിരുവണ്ണാമലയിലെ ഉരുൾപൊട്ടലിൽ കുട്ടികളടക്കം 7 പേരെയാണ് കാണാതായത്. തിരച്ചിലിനായി ദേശീയ ദുരന്ത നിവാരണ സേനയുടെ സംഘവും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. തമിഴ്നാട് വീഴുപുരത്തിന് സമീപം റെയിൽവേ ട്രാക്കിൽ വെള്ളം കയറിയതിനെ തുടർന്ന് 10 ട്രെയിനുകൾ റദ്ദാക്കിയിട്ടുണ്ട്. എഗ്മോർ ഗുരുവായൂർ എക്സ്പ്രസ്, ചെന്നൈ നാഗർകോവിൽ, വന്ദേ ഭാരത് അടക്കമുള്ള ട്രെയിനുകളാണ് റദ്ദാക്കിയത്. 10 ട്രെയിനുകൾ വഴിതിരിച്ചു വിടുകയും ചെയ്തു. തമിഴ്നാട്ടിലെ 9 ജില്ലകളിലാണ് മഴ ശക്തമായി തുടരുന്നത്.